ഓക്കെ, സോ നമ്മൾ എന്താണ് പ്രൈവറ്റൈസേഷൻ എന്ന് കണ്ടു. പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ കൺട്രോളും അല്ലെങ്കിൽ ഓണർഷിപ്പും പ്രൈവറ്റ് സെക്ടർ ഫേംസിന് വിട്ടുകൊടുക്കുന്നതാണ് അല്ലെങ്കിൽ വിറ്റു കൊടുക്കുന്നതാണ് പ്രൈവറ്റൈസേഷൻ. ഓക്കെ, ആ ഡെഫിനിഷൻ നമ്മൾ ഒരിക്കലും മറക്കരുത്, അത് ഭയങ്കര പ്രധാനം. പ്രൈവറ്റൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ദി ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് എ പബ്ലിക് സെക്ടർ എൻറ്റിറ്റി or property from the public sector to the private sector. Okay, so that is what we can say the definition of privatization. ഒരു സെക്കൻഡ് ഞാനിത് ഒന്നുകൂടെ ക്ലോസ് ചെയ്യട്ടെ, കാരണം മൗസേ വർക്ക് ചെയ്യുന്നുള്ളൂ, പെന്ന് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ പെന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ ശരിയാക്കട്ടെ. ശരിയായില്ല. വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ PDF ഉണ്ടായിരുന്നു, നോക്കട്ടെ, ഒന്നുകൂടെ എടുത്ത് നോക്കാതെ. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. രക്ഷയില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ വരാം. സെക്കൻഡ് നോ 10 economics, fourth module, 10 LPG. Okay, now okay. This is the privatization which we are discussing. Okay, so privatization is the process of transferring the ownership and management of public sector entities or public sector enterprises, okay, to or a property from the public sector to the private sector. Okay, അതാണ് പ്രൈവറ്റൈസേഷൻ. അപ്പോൾ ഇന്ത്യയിലെ പ്രൈവറ്റൈസേഷൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി. ഇന്ത്യയിൽ നമുക്കറിയാം 1991 ഇക്കണോമിക് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ത്യയിൽ ഒരു പബ്ലിക് സെക്ടർ പോളിസി വന്നു. അപ്പോൾ 1991 എന്തുണ്ടായിരുന്നു, ഒരു ന്യൂ ഇൻഡസ്ട്രി പോളിസി ഉണ്ടായിരുന്നു. ആ ഇൻഡസ്ട്രി പോളിസിക്ക് പല കോമ്പണൻ്റ്. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡീ ലൈസൻസിങ്, ഡീ റിസർവേഷൻ, MRTP അബോളിഷ് ചെയ്ത് മറ്റു പകരം, അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വിളിച്ച് അതിലൊരു പോളിസിയാണ് പബ്ലിക് സെക്ടർ പോളിസി. ഓക്കെ, ആ പബ്ലിക് സെക്ടർ പോളിസിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ പ്രൈവറ്റൈസേഷൻ വന്നത്. ഓക്കെ, അപ്പോൾ മറക്കരുത്, ഈ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇന്ത്യ വന്നത്, അത് ഇന്ത്യയുടെ പബ്ലിക് സെക്ടർ പോളിസിയുടെ ഭാഗമായിട്ടാണ് ന്യൂ ഇൻഡസ്ട്രി പോളിസി. അപ്പോൾ 1991 തൊട്ട് ഇന്ത്യയിൽ പ്രൈവറ്റൈസേഷനുള്ള എഫേർട്ട് നടത്തുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെ പ്രൈവറ്റൈസേഷൻ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ യൂറോപ്പിലെ പോലെ കംപ്ലീറ്റ് അല്ല. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സ്വകാര്യവത്കരിച്ചിട്ടില്ല. വളരെ കുറച്ച് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിനെ മാത്രമേ ഇന്ത്യയിൽ സ്വകാര്യവത്കരിച്ചിട്ടുള്ളൂ. അതാണ് ശരി. ഇപ്പോൾ തന്നെയാണെങ്കിൽ BPCLനെ പ്രൈവറ്റൈസ് ചെയ്ത് നിങ്ങൾ കേട്ടിട്ട് കാണുമല്ലോ, നമ്മുടെ കൊച്ചിയിലുള്ള. അതുപോലെ തന്നെ 2 ബാങ്കുകളെ പുതുതായിട്ട് പ്രൈവറ്റൈസ് ചെയ്യാൻ ഗവൺമെൻറ് അത് ഏതാണെന്ന് തീരുമാനിച്ചിട്ടില്ല. LICക്കകത്ത് ഏകദേശം ഒരു 10% ഷെയറെങ്കിലും ജനങ്ങൾക്ക് കൊടുക്കും. ജനങ്ങളെന്ന് പറഞ്ഞാൽ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കും എന്നാണ് പറയുന്നത്. എന്നാൽ 90% ഷെയറും ഗവൺമെൻറ് നോക്കി ഇരിക്കും. അപ്പം പൊതുമേഖലാ സ്ഥാപനങ്ങളും ഗവൺമെൻറ് കൺട്രോൾ തന്നെയാണ്. പക്ഷേ ഏകദേശം നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ലാർജ് നമ്പർ ഓഫ് സിക്ക് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലാത്ത, അതായത് അത്രമാത്രം ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉള്ള പൊതുമേഖലാ കമ്പനികളെ ഗവൺമെൻറ് ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വിറ്റ് കൊടുക്കുന്നുണ്ട് സ്വകാര്യ മേഖലയ്ക്ക്. അപ്പോൾ അവിടെ മാത്രമേ ഒരു പ്രൈവറ്റൈസേഷൻ നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുള്ളൂ. പ്രൈവറ്റൈസേഷൻ 51% ഷെയർ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിൻ്റെ പ്രൈവറ്റ് സെക്ടറിന് പോകുമ്പോഴാണ് നമുക്ക് പ്രൈവറ്റൈസേഷൻ നമുക്ക് പറയാൻ പറ്റുക. അതോടൊപ്പം മാത്രമല്ല അതിൻ്റെ ഓണർഷിപ്പ്, കൺട്രോൾ, ഇതെല്ലാം ആർക്ക് പോകണം, സ്വകാര്യ മേഖലയ്ക്ക് വേണം. എന്നാൽ മാത്രം നമുക്കതിനെ പ്രൈവറ്റൈസേഷൻ എന്ന് പറയാം. പ്രൈവറ്റൈസേഷൻ വാക്കിന് അർത്ഥം എന്താണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 51% ഷെയറെങ്കിലും ഒരു പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിൻ്റെ ആർക്ക് കൊടുക്കണം, പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കണം. അന്നേരം എന്ത് പോകും, കമ്പനിയുടെ ഓണർഷിപ്പ് പോകും. അതുപോലെ അതല്ലാതെ തന്നെ ഗവൺമെൻറ് ഒരു 51% റീറ്റെയിൻ ചെയ്തു, ഒരു 40% ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പാർട്ട്ണർക്ക് കൊടുത്തു. ആ പാർട്ട്ണർക്ക് മാനേജ്മെൻറ്റും കൊടുത്തു. മാനേജ്മെൻറ്റ് അങ്ങനെ നമ്മൾ
ഈ ക്യാൻറ്റീനൊക്കെ ലീസ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മാനേജ്മെൻറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ കൊടുക്കുകയും ആ പ്രൈവറ്റ് സ്ഥാപനത്തിൻ്റെ ഒരു നല്ല ശതമാനം ഷെയർ കൊടുത്തു കഴിഞ്ഞാലും അത് പ്രൈവറ്റൈസേഷനായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പം പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ഫോം അതിനില്ല. പക്ഷേ പ്രധാനപ്പെട്ട 2 കണ്ടീഷൻ ഇത് ബാധകം. ഒന്ന്, വാട്ട് ഈസ് ദ ഓണർഷിപ്പ്, what is the portion, so how much of the share has been gone to the private sector, 51%, 26%. So similarly the second factor is that regarding the management എന്ന് പറഞ്ഞാൽ ചില പ്രസ്ഥാനങ്ങളെ ഗവൺമെൻറ് വാടകയ്ക്ക് തന്നെ കൊടുക്കും. അപ്പോൾ അത് മാനേജ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ അങ്ങനെ മാനേജ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും അതും പ്രൈവറ്റൈസേഷൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഇത്രയും പ്രോസസ്സ് അവിടെ നടന്നാൽ ഇതിലെ മിക്കവാറും ഇത് രണ്ടിലും കൂടെ ഒരുമിച്ച് നടക്കാനുള്ള സാധ്യത ആണ് കൂടുതൽ. പക്ഷേ മാനേജ്മെൻറ്റ് മാത്രം വിട്ടുകൊടുക്കുന്ന കാര്യമുണ്ട്, അതും പ്രൈവറ്റൈസേഷൻ നമുക്ക് കൂട്ടേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൈവറ്റൈസേഷൻ എന്താണ് ഡിഫിനിഷൻ നടത്തി. പ്രൈവറ്റൈസേഷൻ്റെ ഒറിജിൻ നമ്മളിനി കാണും. ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ പോളിസി, ന്യൂ ഇൻഡസ്ട്രി പോളിസിയുടെ ഭാഗമായിട്ട് 1991 ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ആ പബ്ലിക് സെക്ടർ പോളിസിക്ക് ആ ന്യൂ ഇൻഡസ്ട്രി പോളിസിക്ക് പല കോമ്പണൻ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടതാണ്. ഒന്ന് ഡി ലൈസൻസിങ്, 2 ഡി റിസർവേഷൻ, നമ്മൾ കണ്ടതാണല്ലോ. ഓക്കെ, ദെൻ എന്താണ് MRTP അബോളിഷ് ചെയ്തു. അങ്ങനെയുള്ള അതിലൊരു പോളിസി ആയിരുന്നു 4ാമത്തെ പബ്ലിക് സെക്ടർ പോളിസി. ആ പബ്ലിക് സെക്ടർ പോളിസിയിൽ ഗവൺമെൻറ് പറഞ്ഞതെന്നറിയാം, പബ്ലിക് സെക്ടർ വിൽ കോൺസെൻട്രേറ്റ് ഓൺലി ഇൻ കീ ആൻഡ് സ്ട്രാറ്റജിക് ഏരിയസ്. അപ്പോൾ കീ ആൻഡ് സ്ട്രാറ്റജിക് ഏരിയസ് എന്താണെന്ന് നമ്മൾ താമസിയാതെ ഡിഫൈൻ ചെയ്യും. So which are very fundamental or strategic importance from the economy's point of view. We describe such industries as key industries and strategic industries. Okay, ഒരു സെക്കൻഡ്. അപ്പോൾ അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിനെ ആരെന്ത് ചെയ്യും? ഗവൺമെൻറ് കണ്ടിന്യൂ ചെയ്യും. എവിടെ? പബ്ലിക് സെക്ടറിൽ. ബാക്കിയുള്ള സെക്ടറിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറും. ഉദാഹരണം മോഡേൺ ബ്രെഡ് കൊച്ചിയിലുള്ള മാമംഗലം എന്നു തോന്നുന്നു, അത് ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് ആയിരുന്നു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ റൊട്ടി ഉണ്ടാക്കുന്ന ബേക്കറി പ്രസ്ഥാനങ്ങളെ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടാവില്ല. അതൊക്കെ സ്വകാര്യ മേഖലയ്ക്ക് മത്സരിക്കാൻ വിട്ടുകൊടുക്കേണ്ട ഏരിയയാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം? അത് ഡിസിൻവെസ്റ്റ് ചെയ്യണം. ഡിസിൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കണം. പൂർണ്ണമായിട്ട് വിട്ടെടുക്കുന്നത് എൻ്റെ ഷെയറിന് വിട്ടുകൊടുക്കണം. ആ ഡിസിൻവെസ്റ്റ്മെൻറ്റ് 51% ആകുമ്പോഴത്തേക്ക് നമുക്ക് പ്രൈവറ്റൈസേഷൻ എന്ന് പറയും. 1% ഷെയർ കൊടുക്കാം, 1 ഷെയർ കൊടുക്കാം, 10% ഷെയർ കൊടുക്കാം. എത്ര ഷെയർ കൊടുക്കണം ഗവൺമെൻറ് തീരുമാനിക്കുന്നത്. ഷെയർ വിൽക്കുന്നതിനെല്ലാം ഡിസിൻവെസ്റ്റ് എന്ന് പറഞ്ഞത്. പക്ഷേ 51% ഷെയർ ഡിസിൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മോഡേൺ ബ്രെഡ് എന്ന് പറഞ്ഞാൽ സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടുകൊടുത്തു. കാരണം ബ്രെഡ് ഉണ്ടാക്കുന്ന ബിസിനസ് ഗവൺമെൻറ് ശരിയാവില്ല. ടൂറിസം ആണെങ്കിൽ പോലും ടൂറിസം ഹോട്ടൽ നടത്തുന്ന ബിസിനസ് കേന്ദ്ര ഗവൺമെൻറ് ശരിയാവില്ല. ഗവൺമെൻറ്റിന് അതിനേക്കാളും പ്രധാനപ്പെട്ട മേഖലകളിൽ ഇടപെടാനുണ്ട്. ആ പ്രധാനപ്പെട്ട മേഖലകൾ ഏതാണ്? അത് കീ ഇൻഡസ്ട്രീസാണ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഇൻഡസ്ട്രീസാണ്. അവിടെ ഗവൺമെൻറ് കോൺസെൻട്രേറ്റ് ചെയ്യും. അല്ലാത്തടത്തെ സ്വകാര്യ മേഖലയ്ക്ക് കമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രംഗത്തെ ഗവൺമെൻറ്റിന് പ്രസ്ഥാനങ്ങളുണ്ടെങ്കിൽ അതായത് സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കും. അല്ലാതെ അതുപോലെ തന്നെ സിക്ക് ഇൻഡസ്ട്രീസിന് വിട്ടുകൊടുക്കും. സിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ് നടത്തി നഷ്ടത്തോട് നഷ്ടം അത് ഗവൺമെൻറ് നടത്തുന്നത് ശരിയാവില്ല. ജനങ്ങളുടെ പൈസ പോകുന്നു. ഗവൺമെൻറ് നഷ്ടം ജനങ്ങളുടെ പൈസയാണല്ലോ, നഷ്ടം തന്നെയാണല്ലോ, ടാക്സ് മണി പോവുകയാണല്ലോ. അപ്പോൾ ആ ഇൻഡസ്ട്രീസിനെ ഗവൺമെൻറ് സ്വകാര്യവത്കരിക്കും അല്ലെങ്കിൽ പ്രൈവറ്റൈസ് ചെയ്യും. ഇതായിരുന്നു 1991 ഇൻഡസ്ട്രിയൽ പോളിസിയിലെ പബ്ലിക് സെക്ടർ പോളിസിയുടെ ഒരു പ്രധാനപ്പെട്ട എലമെൻറ്റ്. പബ്ലിക് സെക്ടർ പോളിസിയെക്കുറിച്ചുള്ള പോളിസി ഇതായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഓക്കെ, സോ അതിൻ്റെ ഒന്നാമത്തെ കാര്യം കീ ഇൻഡസ്ട്രീസും സ്ട്രാറ്റജിക് ഇൻഡസ്ട്രിയും ഏതാണെന്ന് ഗവൺമെൻറ് ഡിഫൈൻ ചെയ്യണം. എന്നിട്ടല്ലേ ബാക്കിയുള്ളത് വിൽക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതാണെന്ന് പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വാട്ട് ഈസ് കീ ഇൻഡസ്ട്രി, സ്ട്രാറ്റജിക് ഇൻഡസ്ട്രി. സോ 91 ഇൻഡസ്ട്രി പോളിസി has identified strategic areas and non-strategic areas for the public sector. Then the government, it decided to concentrate only in the strategic sector. Okay, then including defense, atomic energy, then you can say railways. Okay, so in such areas, the government will be concentrating, or the public sector will concentrating. From other non-strategic areas, government can withdraw, or public sector enterprise പൊതുവായ സാധനങ്ങൾ അവർക്ക് പിൻവലിയാം. Adding efficiency and infusing competitive business practice became the main solution to control the losses of public sector enterprise. അപ്പോൾ public sector enterprisesൻ്റെ ലോസസ് അത് ഓവർകം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട വഴി എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിന് കോമ്പറ്റീറ്റീവ്നെസ് കൊടുക്കുക, മത്സരാത്മകത, പിന്നെ നമ്മൾ പറഞ്ഞു എഫിഷ്യൻസി. ഓക്കെ, ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പബ്ലിക് സെക്ടർ അപ്പം കൂടെ മെച്ചപ്പെടും. അപ്പോൾ അങ്ങനെ പബ്ലിക് സെക്ടറിന് പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ നഷ്ടം ഉണ്ടാവില്ല, ടാക്സ് പേഴ്സിൻ്റെ മണിയും നഷ്ടപ്പെടുകയില്ല. ഇതെല്ലാമാണ് ഈ പബ്ലിക് സെക്ടർ പോളിസി പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഈ ന്യൂ ഇൻഡസ്ട്രി പോളിസിയുടെ ഭാഗമായിട്ട് ടു മേക്ക് ദം പ്രോഫിറ്റബിൾ ആൻഡ് കോമ്പറ്റീവ്, ദി ന്യൂ ഇൻഡസ്ട്രി പോളിസി ഇസ് ഡിസൈൻ ഗ്രൂപ്പ് ഓഫ് മെഷേഴ്സ് ടു ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എ ലോങ് ടൈം ആണ്. ഇതൊന്നും പെട്ടെന്ന് നടപ്പിലാകുന്നില്ല, കുറേ കാലങ്ങളെടുത്ത് അല്ലെങ്കിൽ ലോങ് ടൈം എടുത്ത് നമുക്ക് നടപ്പിലാക്കാം. The following are the most important part of the reform measures for the public sector enterprises. Okay, public sector undertakings now, public sector enterprise നമുക്ക് അവയെ വിളിക്കാം. The public sector will focus on strategic, high-tech and essential infrastructure areas. ഇവിടെയാണ് പബ്ലിക് സെക്ടർ പബ്ലിക് സെക്ടർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി. POCs which are chronically sick, സിവിയർലി സിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഭയങ്കര ലാഭമല്ല നഷ്ടം ഉണ്ടാക്കുന്നവർ. അപ്പോൾ അങ്ങനെയുള്ള പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിനെ ടു ബി കൺസിഡർഡ് ഫോർ റീകൺസ്ട്രക്ഷൻ, അവരെന്ത് ചെയ്യും, ഒന്നുകൂടെ പുനഃസൃഷ്ടിക്കും, അവർക്ക് പൈസ കൊടുത്ത് ഒന്നുകൂടെ രക്ഷപ്പെടുത്താൻ നോക്കും. ടു എൻകറേജ് റിസോഴ്സ് മൊബിലൈസേഷൻ ഓഫ് PSEs. റിസോഴ്സ് മൊബിലൈസേഷൻ എന്നാണ് ഫണ്ട് മൊബിലൈസേഷൻ എന്നാണ് അതിനർത്ഥം. എന്താണ് ഫണ്ട് മൊബിലൈസേഷൻ? ഓക്കെ, പിടികിട്ടിയല്ലോ. എവിടെയൊക്കെ റിസോഴ്സ് മൊബിലൈസേഷൻ കണ്ടാലും ഈ ഒരു കോൺടെക്സ്റ്റ് മിക്കവാറും ഫണ്ട് മൊബിലൈസേഷൻ ആണ് അർത്ഥം. A part of the shareholding of PSEs will be given to the mutual funds, financial institutions and general public to the workers and as well as to the workers. അപ്പം ഇവർക്കൊക്കെ പൊതുമേഖലാ കമ്പനിയുടെ ഷെയർ കൊടുത്തിട്ട് ആ പൈസ മേടിച്ച് പൊതുമേഖലാ കമ്പനി തന്നെ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് വാസ് തേർഡ് എലമെൻറ്റ് ഓഫ് ദി പബ്ലിക് സെക്ടർ പോളിസി അണ്ടർ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ഓഫ് 1991. ബോർഡ് ഓഫ് ദി PSEs വിൽ ബി മെയ്ഡ് മോർ പ്രൊഫഷണൽ ആൻഡ് ഗിവൺ മോർ പവേഴ്സ്. പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിൻ്റെ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വലിയ കമ്പനിയാണെന്ന് വിചാരിച്ചു നമ്മൾ തന്നെ ഒരു കമ്പനി സ്ഥാപിച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ബോഡിയാണ്. അതിനെ ബോർഡ് ഓഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയാം. അപ്പോൾ അവരുടെ തീരുമാനങ്ങൾ അനുസരിച്ചാണ് കമ്പനി മുമ്പോട്ട് പോകുന്നത്. ഇനി 1,00,000 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അവരെല്ലാം കൂടി ബോർഡ് ഓഫ് എക്സിക്യൂട്ടീവ് തിരഞ്ഞെടുക്കാം. അപ്പോൾ ബോർഡ് ഓഫ് എക്സിക്യൂട്ടീവിന് ഭയങ്കര പവർ കാണും. ഇവിടെ ബോർഡ് ഓഫ് എക്സിക്യൂട്ടീവിന് പവർ കുറവാണ്, കാരണം ഗവൺമെൻറ് തീരുമാനം എടുക്കുന്നത്. അങ്ങനെയല്ല, ഈ ബോർഡ് ഓഫ് എക്സിക്യൂട്ടീവ് പ്രൊഫഷണൽ ആക്കും. എന്ന് പറഞ്ഞാൽ ഭയങ്കര MBA ഒക്കെ ഭയങ്കരമായിട്ട് പഠിച്ച അല്ലെങ്കിൽ ഭയങ്കര ടെക്നിക്കലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഈ ഫീൽഡോട്ട് ഭയങ്കരമായിട്ട് നല്ല എക്സ്പെഷ്യലി ഗുഡായിട്ടുള്ള ട്രാക്ക് റെക്കോർഡുള്ള ആൾക്കാരെ ഇപ്പോൾ ഈ സെക്ടറിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് അറിയാവുന്ന, ഉദാഹരണം പറയുകയാണെങ്കിൽ അയൺ ആൻഡ് സ്റ്റീൽ, അതൊക്കെ അറിയാവുന്ന ആൾക്കാരെ ബോർഡ് ഓഫ് എക്സിക്യൂട്ടീവ് കൊണ്ടുവരും. അങ്ങനെ പ്രൊഫഷണൽ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അവർക്ക് അതുപോലെ കൂടുതൽ പവേഴ്സും കൊടുക്കും, അധികാരം ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. അപ്പോൾ അതെല്ലാം ഗവൺമെൻറ് ഇമാതിരി പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിനെ ശക്തമാക്കുന്ന ഈ നടപടികൾ ഈ ന്യൂ ഇൻഡസ്ട്രി പോളിസി പറയുന്നുണ്ട്. ഓക്കെ, ദ PSE മാനേജ്മെൻറ്റ് വിൽ ഗിവൺ മോർ ഓട്ടോണമി എന്ന് പറഞ്ഞാൽ എന്താ? സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്. എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റിനോട് എപ്പോഴും ചോദിക്കാതെ തന്നെ തീരുമാനങ്ങൾ എടുക്കും. ആൻഡ് ഫോർ ദിസ് ദി ഗവൺമെൻറ് വിൽ സൈൻ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. വലിയ ആൾക്കാർ തമ്മിൽ എഗ്രിമെൻറ്റ് ചെയ്യുന്നതിനെയാണ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് പറയുന്നത്. ഓക്കെ, വിത്ത് ദി PSE ബോർഡ്. അപ്പോൾ PSE ബോർഡുമായിട്ട് എന്ത് ചെയ്യും? ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് ന്യൂ ഇൻഡസ്ട്രി പോളിസി നമ്മുടെ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിനെ കുറിച്ച് പറഞ്ഞ പോളിസി ഗൈഡ് ലൈൻസ്. അപ്പോൾ അതിൽ നിന്നാണ് ശരിക്കും നമ്മളിപ്പോൾ കാണുന്ന പ്രൈവറ്റൈസേഷൻ വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിൻ്റെ പോളിസികളെല്ലാം വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ BPCLനെ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ ആ ഒരു റൂട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ന്യൂ ഇൻഡസ്ട്രി പോളിസി ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ കാണുമോ എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം. ഇപ്പോൾ ഇവിടെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതാണ്. നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് പൈസ നിക്ഷേപിക്കുക. ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും, ഉള്ള ആസ്തിയും കൂടെ വിറ്റിട്ട് പൈസയും കൊണ്ട് പോരുക. അതാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പോസിറ്റ് ആ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് അറിയാമല്ലോ. പൊതുവായ കമ്പനികളിലെ ഷെയർ ഗവൺമെൻറ് വിൽക്കുന്നതിന് പറയുന്ന പേരാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിൻ്റെ ഒരു പ്രത്യേകത അറിയോ? ഒരു സാധാ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, അതിന് നമ്മൾ ഓർഡിനറി എന്ന് പറയില്ലെങ്കിൽ അങ്ങനെ ഒരു പേരൊന്നും പറയില്ല. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഡിനറി ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് വേണമെങ്കിൽ ചുമ്മാ തൽക്കാലം വിളിക്കാം. പിന്നെ അല്ലാതെ സ്ട്രാറ്റജിക് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത് രണ്ടും ആദ്യമേ തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഇനി പറയാൻ പോകുന്ന ടോപ്പിക്ക് എളുപ്പമുണ്ട്. ശരിയായില്ലേ? Disinvestment. Okay, so there can be two types of disinvestment. What is the peculiarity of the ordinary disinvestment? Here, the government retains 51% share in a public sector company. This means that the government retain majority ownership. Government has the control, government has the ownership. It can have full control, we can say, to an extent. Ultimately this particular PSE is under government ownership, or you can describe it as a government company. Okay, if the government holds 51% of the share. Now coming to and the remaining 49% can be sold to the private people, not to the private people, to we people, retail investors, like mutual fund, LIC, other institution. They may be purchasing 49% share. So this the equivalent to the value of the 49% share. The government will get money. ഓക്കെ, ദാറ്റ് ഈസ് എ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ഗവൺമെൻറ് 49% പൊതുജനങ്ങൾക്ക് ഷെയർ കൊടുക്കുമ്പോഴല്ലോ, പൊതുജനങ്ങളിൽ നിന്ന് പൈസ ഗവൺമെൻറ് കിട്ടും. അവിടെ ആ പൈസ ഉപയോഗിച്ച് ഈ പൊതുമേഖലാ കമ്പനിയെ മാനേജ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതിനെ രക്ഷപ്പെടുത്താനുള്ള ഒരു റൈറ്റ് ഗവൺമെൻറ് കിട്ടുക. അതാണ് ഈ 49% ഡിസ്ഇൻവെസ്റ്റ്. 49% അതിന് താഴെ 5%, 10%. ഇപ്പോൾ LIC 10% ഷെയർ ഡിസ്ഇൻവെസ്റ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെല്ലാം നമ്മൾ ഒരു സാധാരണ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാം. അങ്ങനെയാണ് ഈ സ്ട്രാറ്റജിക് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ് സ്ട്രാറ്റജിക് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ the government will be providing the ownership or we can say ownership and or the control of a public sector enterprises to a strategic investor. അപ്പോൾ അത് എന്താണ് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റർ? ഓക്കെ, പിടികിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ദി ഗവൺമെൻറ് will be transferring the control and ownership എന്ന് പറഞ്ഞാൽ 51% ഷെയർ
50% മുകളിൽ ഷെയർ ഈ സ്ട്രാറ്റജിക് പാർട്ട്ണർക്ക് പോകണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മാനേജ്മെൻറ്റും പോകണം. അങ്ങനെ ഗവൺമെൻറ് ഒരു പൊതുമേഖലാ കമ്പനിയുടെ ഓണർഷിപ്പ് അല്ലെങ്കിൽ കൺട്രോളും ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർക്ക് വിൽക്കുന്നതിനാണ് എന്തെന്ന് പറയുക, സ്ട്രാറ്റജിക് ഡിസിഷൻസ് എന്ന് പറയുക. അപ്പോൾ ഈ സ്ട്രാറ്റജിക് പാർട്ട്ണർ ഒരു പ്രൈവറ്റ് മേഖല കമ്പനിയാണെങ്കിൽ അത് പ്രൈവറ്റൈസേഷൻ ആയിത്തീരും അല്ലേ. ഇപ്പോൾ നമുക്കിപ്പം കാര്യങ്ങളിലെ കിടപ്പ് കിട്ടിയല്ലോ. സോ വെൻ യുവർ സ്ട്രാറ്റജിക് പാർട്ട്ണർ becomes a private sector company, your public sector enterprise become privatized. Okay, so strategic disinvestment is a method for what we can say privatization. അപ്പോൾ ഈ സ്ട്രാറ്റജിക് പാർട്ട്ണറെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? അത് ഗവൺമെൻറ് ഷോർട്ട് നോട്ടീസിൽ ടെൻഡറൊക്കെ വിളിച്ചിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരാൾ തിരഞ്ഞെടുക്കും. സാധാരണ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നർക്കായിരിക്കും പൊതുമേഖലാ കമ്പനി കിട്ടുക. അപ്പം BPCL ആർക്ക് പോകുമെന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതൊന്നെങ്കിൽ അഡാനിക്ക് പോകും അല്ലെങ്കിൽ റിലയൻസിന് പോകും. കാരണം അതിൻ്റെ ഒരു പ്രത്യേകത പറയുക, ഇന്ത്യയിൽ എണ്ണ ബിസിനസ് നടത്തുന്നത് പ്രധാനമായിട്ടും റിലയൻസാണ്. റിലയൻസ് അല്ലാതെ നമുക്ക് നടത്തുന്നത് കഴിഞ്ഞ് അനിൽ അഗർവാളിൻ്റെ വേദാന്ത റിസോഴ്സസാണ്. അപ്പം എന്നാലും നമുക്ക് നമുക്ക് അംബാനിയുടെ എണ്ണ ബിസിനസ്സിൻ്റെ അത്രയും വലിയ ബിസിനസ് ആരും നടത്തുന്നില്ല. രണ്ട് സ്വകാര്യ കമ്പനികളെ ഇന്ത്യ SR പിന്നെ അങ്ങ് അത്ര അവരങ്ങ് പോയെന്ന് വിചാരിക്കാം. അപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായിട്ടും അവരാണ്. അപ്പോൾ അവർക്കത് പോകുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അതിനാണ് സാധ്യത. കാരണം അവരാണ് ഏറ്റവും നല്ല BPCLനെ പോലെ ഒരു കമ്പനിയെ, BPCL എന്ന് പറഞ്ഞ കമ്പനിയെ ഏറ്റെടുക്കാനുള്ള ശേഷിയും, ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ശേഷിയും റിലയൻസിനോ അഡാനിക്കൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഉള്ള നമ്മുടെ അഡാനി, അദ്ദേഹത്തിന് എണ്ണ ബിസിനസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ അദ്ദേഹം വരാം. അതുപോലെ തന്നെ അനിൽ അഗർവാൾ വരാം. പക്ഷേ ചാൻസ് ഈസ് ഹയർ ദാറ്റ് ഇറ്റ് വിൽ ബി ഓക്കുപ്പൈഡ് ബൈ or acquired by Reliance. Okay. നോ, നമ്മൾ സ്ട്രാറ്റജിക് ഡിസിഷൻസ് എന്ന വാക്ക് നമ്മൾ പഠിച്ചല്ലോ. സ്ട്രാറ്റജിക് സാധാരണ ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ 51% മുകളിൽ ഷെയർ ഗവൺമെൻറ് റിട്ടേൺ ചെയ്തിട്ട് ബാക്കി ഷെയർ സ്വകാര്യ മേഖലയ്ക്കോ ഒക്കെ കൊടുക്കാം. അല്ലെങ്കിൽ 5% കൊടുക്കാം, 10% കൊടുക്കാം, 49% കൊടുക്കാം. സ്റ്റിൽ ദാറ്റ് കമ്പനി വിൽ ബി അണ്ടർ ഗവൺമെൻറ് കൺട്രോൾ. ഓക്കെ, ബട്ട് ദ സ്ട്രാറ്റജിക് ഡിസിൻവെസ്റ്റ്മെൻറ്റ് ഇസ് ദ ഓപ്പോസിറ്റ് വൺ, വേർ ദ ഗവൺമെൻറ് ഈസ് ട്രാൻസ്ഫറിംഗ് ദി ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് പർട്ടിക്കുലർ കമ്പനി ടു എ സ്ട്രാറ്റജിക് പാർട്ട്ണർ. പക്ഷേ ഇന്ത്യയിലെ ഒത്തിരി പൊതുമേഖലാ കമ്പനികളെ സ്ട്രാറ്റജിക് പാർട്ട്ണർക്ക് ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ സ്ട്രാറ്റജിക് പാർട്ട്ണറൊന്നും പ്രൈവറ്റ് കമ്പനികളല്ലായിരുന്നു. പലപ്പോഴും അതിൻ്റെ ഒരു 100 ഡിസിൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിക് ഡിസിൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 21 അല്ലെങ്കിൽ 25 എണ്ണത്തിൽ കൂടുതലൊന്നും 25 എണ്ണത്തിൽ കൂടുതലൊന്നും പ്രൈവറ്റ് സെക്ടറിലെ സ്ട്രാറ്റജിക് പാർട്ട്ണർ ആയിട്ടുള്ളൂ. ബാക്കി ഒരു 75% ഗവൺമെൻറ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് തന്നെയാണ് വിൽക്കുക. അപ്പോൾ അത് സ്വകാര്യവൽക്കരണമല്ല. ഓക്കെ, കിട്ടിയില്ല. ഇനി നമുക്ക് നോക്കാം എന്താണ് ഡിസിൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം. മെയിൻ ഫീച്ചർ ഓഫ് പ്രൈവറ്റൈസേഷൻ ആൻഡ് പബ്ലിക് സെക്ടർ പോളിസി വാസ് ഡിസിൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം. Disinvestment is literally selling of assets. Here in the case of PSUs, disinvestment means government selling or diluting its shareholding in public sector enterprises in which it has a majority holding. അപ്പം ഗവൺമെൻറ്റിൻ്റെ മജോറിറ്റി ഹോൾഡിങ്ങുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഷെയർ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നതിന് പറയുന്നവരാണ് ഡിസിൻവെസ്റ്റ്മെൻറ്റ്. ഡിസിൻവെസ്റ്റ്മെൻറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ആസ് എ ബഡ്ജറ്ററി എക്സസ്. സാറിന് എല്ലാ വർഷവും ബഡ്ജറ്റിലാണ് അതിൻ്റെ എത്ര കോടി രൂപ ഡിസിൻവെസ്റ്റ് ചെയ്യും, അതിന് എത്ര വരുമാനം കിട്ടും, അതെങ്ങനെ ഉപയോഗിക്കും, ഇതെല്ലാം ബഡ്ജറ്റിലാണ്. അപ്പോൾ അതെല്ലാം ബഡ്ജറ്റിലാണ് കാണിക്കുന്നത്. അണ്ടർ വിച്ച് ഗവൺമെൻറ് അനൗൺസ് ഇയർലി ടാർഗറ്റ് ഫോർ ഡിസിൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഫോർ സെലക്ട് PSU. There are two types of disinvestment. Okay, disinvestment that sells minority share in PSUs. പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിൽ മൈനോറിറ്റി ഷെയർ മാത്രം വിറ്റഴിക്കുന്ന തരത്തിലുള്ള ഡിസിൻവെസ്റ്റ്മെൻറ്റ്. സ്ട്രാറ്റജിക് ഡിസിൻവെസ്റ്റ്മെൻറ്റ് മജോറിറ്റി ഷെയറും വിറ്റഴിക്കുന്നത്. അത് സാധാരണഗതി പ്രൈവറ്റൈസേഷനാണ്. ചിലപ്പോൾ സെൻട്രൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് തന്നെ ഒരു പൊതുമേഖലാ കമ്പനി വേറൊരു പൊതുമേഖലാ കമ്പനികൾക്കും കൂടെ പൊതുമേഖലാ കമ്പനിക്ക് തന്നെ വിറ്റ ചരിത്രമുണ്ട്. അത് നമ്മൾ പറഞ്ഞല്ലോ, 75% അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഗവൺമെൻറ് ആഴത്തിലുള്ള പ്രൈവറ്റൈസേഷനാണ് പറയുന്നത്. ആ പ്രൈവറ്റൈസേഷൻ എന്നറിയാം, ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞ സ്കീമിൻ്റെ കീഴിൽ ഗവൺമെൻറ് പുതിയതായിട്ടൊരു പബ്ലിക് സെക്ടർ പോളിസിയാണ് തരുന്നത്. ആ പോളിസിക്കകത്ത് പറയുന്നത് ഗവൺമെൻറ് സ്ട്രോങ് ആയിട്ട് പ്രൈവറ്റൈസേഷൻ നടത്താമെന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിസിൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, പ്രൈവറ്റൈസേഷൻ അല്ല. പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിനെ വിറ്റ് കൊടുക്കുന്ന പഴയ പ്രാക്ടീസ് ഗവൺമെൻറ് കൊണ്ടു നടക്കില്ല. പകരം എന്ത് ചെയ്യും, പ്രൈവറ്റൈസ് ചെയ്യുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. LIC പ്രൈവറ്റൈസ് ചെയ്യാന്നല്ല പറഞ്ഞത്. LICയുടെ 10% ആർക്കെങ്കിലും കൊടുക്കുന്നത് പ്രൈവറ്റൈസേഷൻ ആവുമോ? ഇല്ല. 90% ഷെയറും ഗവൺമെൻറ്റിലായിരിക്കുന്നത്. BPCL അങ്ങനെയല്ല, 63% അടുത്തോളം ഷെയർ ഗവൺമെൻറ്റിലുണ്ട്. ഈ 63% ഒരാൾക്ക് കൊടുക്കും. 63 ആണ് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പോൾ ഇത് മൊത്തം ആർക്ക് കൊടുക്കും? ഒരു സ്വകാര്യ കമ്പനിക്ക് കൊടുക്കും. അപ്പോൾ ആ സ്വകാര്യ കമ്പനിയെ ഗവൺമെൻറ് കണ്ടുപിടിക്കും, ഗവൺമെൻറ് നീതി ആയോഗ് കണ്ടുപിടിക്കും. ഓക്കെ, നൗ each year the government announces plans to sell its stake in listed enterprises. What is listed enterprises? That means as public sector enterprises which is listed in the stock exchange or which whose share has been given to the general public to in a minority shareholding, around 5%, 10%. മിക്ക പൊതുമേഖലാ കമ്പനികളിൽ 5%, 10% ഷെയർ ഓൾറെഡി ജനങ്ങളിലുണ്ട്.
പക്ഷേ ജനങ്ങളിൽ ഇരിക്കുന്നുള്ളൂ, കാരണം നിങ്ങൾക്ക് പൈസയും കിട്ടും, അല്ലാതെ എന്ന് പറയുക ഡിവിഡൻ്റൊക്കെ കിട്ടും. പക്ഷേ ആ കമ്പനി ആരുടെ തന്നെ ഗവൺമെൻറ്റിൻ്റെ, കാരണം 5-10 അല്ലെങ്കിൽ 15% ഷെയർ മാത്രമേ ഗവൺമെൻറ്റിൽ നിന്ന് പോയിട്ടുള്ളൂ. മേജർ സ്ട്രാറ്റജി ഓഫ് ഗവൺമെൻറ് ഈസ് ടു ക്യാരി ഔട്ട് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ റിട്ടൈനിങ് അറ്റ്ലീസ്റ്റ് 51% ഷെയർ ഇൻ PSCs. ഗവൺമെൻറ് ഏറ്റവും വലിയ ലക്ഷ്യം അറിയാം, PSCസിൽ 51% ഷെയറെങ്കിലും കീപ്പ് ചെയ്യുക, ബാക്കി വിറ്റഴിക്കുക. Disinvestment since the launch of reforms involves only nominal selling of around 8-15% of shares CPC. Sorry, there is no complete selling of PSCs after the privatization of public enterprises in the initial period of reforms. അപ്പം കംപ്ലീറ്റ് ആയിട്ട് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിൻ്റെ ഷെയർ വിറ്റിരിക്കുന്ന ആ ഒരു ട്രെൻഡ് നമുക്ക് അത്ര ആഴത്തിലുണ്ടെന്ന് പറയാൻ പറ്റില്ല. മോസ്റ്റ് ഡിസിൻവെസ്റ്റ്മെൻറ്റ് ആർ എയിം ടു ലിസ്റ്റ് PSCs ഇൻ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. പലപ്പോഴും മിക്ക ഡിസിൻവെസ്റ്റ്മെൻറ്റും പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഗവൺമെൻറ് നടത്തിയത്. ഓക്കെ, ഇനി നമ്മൾ കാണുന്ന സ്ട്രാറ്റജിക് ഡിസിൻവെസ്റ്റ്മെൻറ്റ്, പ്രൈവറ്റൈസേഷൻ. സ്ട്രാറ്റജിക് investment is complete selling out of public sector enterprise entity from the disinvestment angle. So the government is firm on strategic disinvestment where the completed ownership of PSC is sold to a new complete ownership. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യുക, ഈ സ്ട്രാറ്റജിക് ഡിസിഷൻസ് നടത്താൻ കംപ്ലീറ്റ് ആയിട്ടും ഒരു പൊതുമേഖല കമ്പനിയുടെ ഷെയർ പുതിയൊരാൾക്ക് കൊടുക്കുക, അതാണ് സ്ട്രാറ്റജിക് ഡിസിഷൻസ്. ബട്ട് സോ ഫാർ അണ്ടർ സ്ട്രാറ്റജിക് ഡിസിഷൻസ് സിൻസ് 2013-14. അപ്പം 13-14 എന്ന് പറഞ്ഞാൽ BJP ഗവൺമെൻറ് വന്നതിന് ശേഷം. അപ്പോൾ നമ്മൾ പറയുന്നുണ്ടല്ലോ ഇന്ത്യ സ്വകാര്യവൽക്കരണം നടന്നോ BJP ഗവൺമെൻറ് വന്നതിന് ശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നടന്നിട്ടില്ല. കാര്യമായിട്ട് നടക്കുന്നു ഗവൺമെൻറ് പറഞ്ഞെങ്കിലും ഗവൺമെൻറ് ആർക്കും സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കാൻ പോകും. മിക്ക PSCസും നിലവിലുള്ള PSCസ് തന്നെ വിറ്റെടുത്തത്. സ്ട്രാറ്റജിക്കായിട്ട് ചെറിയ പൊതുവാല കമ്പനികൾ വിറ്റ് കൊടുത്തപ്പം ഏറ്റെടുത്തതെല്ലാം പൊതുവാല കമ്പനികൾ തന്നെ. അപ്പം നമുക്ക് വേണമെങ്കിൽ പ്രൈവറ്റൈസേഷൻ വിളിക്കാൻ പറ്റുമോ, സ്ട്രാറ്റജിക് ഡിസിഷൻസ് വിളിക്കാൻ പറ്റും, പക്ഷേ പ്രൈവറ്റൈസേഷൻ വിളിക്കാൻ പറ്റില്ല. സ്ട്രാറ്റജിക് ഡിസിഷൻ പ്രൈവറ്റ് സെക്ടർ വാസ് ഓൾമോസ്റ്റ് നിൽ ഇൻ റീസെൻറ്റ് ഡേയ്സ്. അടുത്ത കാലങ്ങളിലൊന്നും അങ്ങനെ നടന്നിട്ടേ ഇല്ല, പക്ഷേ ഇനി നടക്കും. ഇനി BPCL തൊട്ട് നടക്കും. ഇൻ October 2019 the government has come out with new policy guidelines for strategies. DIPAM ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെൻറ്റിന് ഗവൺമെൻറ്റിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതായത് പൊതുമേഖലാ കമ്പനിയുടെ ഷെയർ വിറ്റഴിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവന്ന ഒരു ഡെഡിക്കേറ്റഡ് എൻറ്റിറ്റിയാണ്. അണ്ടർ ദി മിനിസ്ട്രി ഓഫ് ഫിനാൻസ് വിൽ ബി ദി നോഡൽ ഏജൻസി ഫോർ സ്ട്രാറ്റജിക് സ്റ്റേക്ക്. ഓക്കെ, ദാറ്റ് ഇൻക്ലൂഡ്സ് പ്രൈവറ്റൈസേഷൻ ഓഫ് PSCs. അപ്പോൾ അവരായിരിക്കും പ്രൈവറ്റൈസേഷൻ ഇന്ത്യയിൽ നടത്താൻ പോകുന്നത്. ഓക്കെ, ഇനി താമസിക്കുക. ദീപം ആൻഡ് നീതി ആയോഗ് വിൽ നൗ ജോയിൻലി ഐഡൻറ്റിഫൈ PSCs ഫോർ സ്ട്രാറ്റജിക് ഡിസിഷൻസ്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഇസ് എ മേജർ കാൻഡിഡേറ്റ് ഫോർ സ്ട്രാറ്റജിക് ഡിസിഷൻസ്. ഇനി ഭാവിയിൽ പ്രധാനപ്പെട്ട ഒരു ഡിസിൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനി ഏതായിരിക്കും, BPCL ആയിരിക്കും. ഓക്കെ, ഫോർ 2021 ദി ടാർഗറ്റ് ഡിസിൻവെസ്റ്റ്മെൻറ്റ് ഇസ് 2,10,000 crores. അടുത്ത വർഷത്തേക്ക് 1.5 lakh crore ആണ്. ഓക്കെ, മൈനോറിറ്റി ഷെയർസ് LIC is also to be disinvested. Similarly, the government is aiming to make strategic disinvestment including BPCL. Strategic disinvestment means the government will be completely transferring the ownership and management of PSC to some other entity. Okay, so that is about the privatization in India. ഇന്ത്യയിലെ പ്രൈവറ്റൈസേഷൻ അത്ര ഭയങ്കരമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ല. പൊതുമേഖല കമ്പനികൾക്ക് അങ്ങനെ ഒത്തിരി ഷെയറൊന്നും, പൊതുമേഖല കമ്പനിയുടെ ഷെയർ ഒത്തിരിയൊന്നും സ്വകാര്യ കമ്പനികൾ വിറ്റഴിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ പൊതുമേഖല കമ്പനികൾ പൂർണ്ണമായിട്ട് സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിച്ച ഒരു ട്രെൻഡ് ഈ അടുത്ത കാലങ്ങളിൽ ഇന്ത്യയിൽ അധികം വന്നിട്ടില്ല. ഓക്കെ, പക്ഷേ ഇനി നടക്കും, കാരണം ഗവൺമെൻറ് ഒരു സ്ട്രോങ് പബ്ലിക് സെക്ടർ പോളിസി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് സ്ട്രാറ്റജിക് ഡിസിഷൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോമ്പണൻ്റ് ആണ്. ഓക്കെ, നൗ വി ആർ കമ്മിങ് ടു സി ദ നെക്സ്റ്റ് ടോപ്പിക്. അതുകൂടെ നമുക്ക് തീർക്കാൻ പറ്റും, വലിയ കുഴപ്പമൊന്നുമില്ലാതെ. കുറേ ഉണ്ടോ? ഓക്കെ, കുറച്ചുണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. ഓക്കെ, സോറി കേട്ടോ. എന്താണ് ഗ്ലോബലൈസേഷൻ? ഭയങ്കര ജനറൽ ഒരു ടോപ്പിക്കാണ്. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എസ്സേ എഴുതാൻ ഗ്ലോബലൈസേഷനെ കുറിച്ച് ചോദിക്കാം. നമ്മളത് തന്നെ ആ ടോപ്പിക്ക് തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് വരുമ്പോഴത്തേക്കും നിങ്ങളെ ഗ്ലോബലൈസേഷൻ ഒരു ഇക്കണോമിക് ആംഗിൾ, കൾച്ചറൽ ഗ്ലോബലൈസേഷൻ ഉണ്ട്, ഫിനാൻഷ്യൽ ഗ്ലോബലൈസേഷൻ ഉണ്ട്, പിന്നെ ഗ്ലോബലൈസേഷൻ പല ആംഗിളിലുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഇക്കണോമിക് ആംഗിളാണ് ഗ്ലോബലൈസേഷൻ നമ്മൾ കൂടുതലായിട്ട് പ്രസൻറ്റ് ചെയ്യേണ്ടത്. സോ ഗ്ലോബലൈസേഷൻ, ദ ടേം ഗ്ലോബലൈസേഷൻ ഹാസ് ബീൻ in increasing use since the mid-1980s and especially since the mid-1990s. The national, regional and local boundaries are losing their relevance due to the emergence of a universal identity. ഒരു യൂണിവേഴ്സൽ ഐഡൻറ്റിറ്റി വന്നു. അപ്പം ഗ്ലോബലായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടല്ലേ, ഗ്ലോബലായിട്ടുള്ള സിനിമകൾ, സ്പോർട്സ് ഗ്ലോബലായി, നമ്മുടെ സെലിബ്രിറ്റീസ് ഗ്ലോബലായി, പാട്ട് ഗ്ലോബലായി. അപ്പോൾ എല്ലാം രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു നാഷണൽ ആൻഡ് ലോക്കൽ ബൗണ്ടറീസിനപ്പുറത്തേക്ക് വേറൊരു ഗ്ലോബൽ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രെൻഡ് നമുക്ക് വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, സോ ഗ്ലോബലൈസേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി പ്രോസസ് ഓഫ് ഇൻ്റർനാഷണൽ ഇൻ്റഗ്രേഷൻ അറൈസിംഗ് ഫ്രം ദി ഇൻ്റർനാഷണൽ ട്രാൻസ്മിഷൻ ഓഫ് പ്രോഡക്ട്സ്, ഐഡിയാസ് ആൻഡ് അതർ ആസ്പെക്ട്സ് ഓഫ് കൾച്ചർ. ഓക്കെ, ഇതാണ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ ഓഫ് ഇക്കണോമിക്, കൾച്ചർ ആൻഡ് സോഷ്യൽ ഡയമെൻഷൻസ്. നമ്മളൊരു പ്രത്യേക സെൻസ് ഗ്ലോബലൈസേഷൻ ഡിഫൈൻ ചെയ്തിട്ട് ഗ്ലോബലൈസേഷൻ ഇക്കണോമിക് എലിമെൻറ്റിലേക്ക് നമ്മൾ വരും. ഇൻ 2000
The IMF identified 4 basic aspects of globalization: trade and transactions, capital and investment movements, migration and movement of people, and the dissemination of knowledge. എന്തൊക്കെയാണ്? ട്രേഡ് ആൻഡ് ട്രാൻസാക്ഷൻസ്, ക്യാപിറ്റൽ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മൂവ്മെൻറ്റ്സ്, ഓക്കെ, മൈഗ്രേഷൻ ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ദ പീപ്പിൾ, ആൻഡ് ഡിസെമിനേഷൻ ഓഫ് വാട്ട് വി ക്യാൻ സേ നോളജ്. ഇത്രയുമായിട്ട് ഗ്ലോബലൈസേഷൻ്റെ 4 പ്രധാനപ്പെട്ട എലമെൻറ്റിനെ IMF ഐഡൻറ്റിഫൈ ചെയ്തു. അതിലെല്ലാം തന്നെ നമുക്ക് ഏകദേശം അറിയാം ഇക്കണോമിക് ഗ്ലോബലൈസേഷൻ അവർ പ്രാധാന്യം കൊടുക്കും. ഡിസെമിനേഷൻ നോളജ് എന്ന് പറയുന്നത് അറിവ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഷെയർ ചെയ്യപ്പെടുക. ഇൻ ഇന്ത്യ ദ ഗ്ലോബലൈസേഷൻ പ്രോസസ് ആക്സിലേറ്റ് ഡ്യൂ ടു ഡൊമസ്റ്റിക് പോളിസി ചേഞ്ചസ് ആൻഡ് ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ്സ്. അപ്പോൾ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് പോളിസി ചേഞ്ചസ് ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ്സും ഒക്കെ കാരണമാണ് ഇന്ത്യയിൽ ഗ്ലോബലൈസേഷൻ തന്നെ. ഗ്ലോബലൈസേഷൻ നമ്മൾ വിദേശ ഐഡിയാസ് സ്വീകരിച്ചു, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വിദേശ പ്രൊഡക്റ്റുകൾ സ്വീകരിച്ചു, ഫോറിൻ ക്യാപിറ്റൽ സ്വീകരിച്ചു. ഓക്കെ, ഇനി നമ്മൾ ഗ്ലോബലൈസേഷൻ്റെ ഒരു ചില ജനറൽ ആയിട്ടുള്ള പോയിന്റുകളാണ്. ട്രേഡ് ലിബറലൈസേഷൻ, ഇൻക്രീസിങ് ട്രേഡ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസ് വിത്ത് ട്രേഡ് GDP റേഷ്യോസ് റീച്ചിങ് നിയർലി 40% കമ്പയർഡ് ടു 70% ഇൻ അനാലിസിസ്. ഇന്ത്യയുടെ മൊത്തം ട്രേഡ്, ഇന്ത്യയുടെ ദേശീയ വരുമാനം 100 രൂപയാണെങ്കിൽ 40 രൂപ കയറ്റുമതിയിലും ഇറക്കുമതിയിലുമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടുതലാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ വെച്ച് പഴയ 17 ഉള്ളായിരുന്നു. ദ WTO ആൻഡ് ഇൻക്രീസിങ് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്സ് ഹാവ് ഇൻക്രീസ് പേസ് ഓഫ് ഗ്ലോബലൈസേഷൻ ഫോർ ഇന്ത്യ. ഇന്ത്യയുടെ ഗ്ലോബലൈസേഷൻ സ്പീഡ് കൂട്ടിയ WTO ആണ്. WTO നമ്മൾ ജോയിൻ ചെയ്തു, ടാരിഫ് കട്ട് ചെയ്യപ്പെട്ടു, അങ്ങനെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗ്ലോബലൈസേഷൻ കൂടി. ഇന്ത്യ ഈസ് ഹാവിങ് ലാർജ് നമ്പർ ഓഫ് എക്സ്പാട്രിയേറ്റ്സ്. ഇഷ്ടംപോലെ ആൾക്കാർ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ചില സംസ്ഥാനത്തിൻ്റെ അത്രയുള്ള ആൾക്കാർ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ കൾച്ചർ, അതുപോലെ തന്നെ ഇന്ത്യയുടെ ആൾക്കാരുടെ ഫുഡ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിദേശ രാജ്യങ്ങളുമായിട്ട് ഷെയർ ചെയ്യപ്പെടുക. അപ്പോൾ അങ്ങനെ ഒരു കൾച്ചറൽ ഗ്ലോബലൈസേഷൻ അവിടെ നടത്തുക എക്സ്പാട്രിയേറ്റ്സ് വഴി. ദെൻ ക്യാപിറ്റൽ ഇൻഫ്ലോസ്, വിദേശത്ത് നിന്ന് കമ്പനികൾ ഇങ്ങോട്ട് വരുന്നു, വിദേശത്ത് ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വന്ന് ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം വിദേശ മൂലധനത്തിൻ്റെ വരവാണ്. വിദേശ മൂലധനത്തിൻ്റെ വരവ് നമ്മൾ മൂലധനം അങ്ങോട്ട് പോകുന്നു. അപ്പോൾ കൂടുതലൊരു ഇൻ്റർഡിപ്പെൻഡൻസും എന്താ പറയുക ഇൻ്റഗ്രേഷനും ഒക്കെ നടക്കുക ഗ്ലോബലൈസേഷനിലൂടെ. ഓക്കെ, സോ ഗ്ലോബലൈസേഷൻ ഹാസ് കൺസിഡറബിളി influenced India's economic progress over the last 20 years. The increase in trade GDP ratio, capital inflows, transmission of a global crisis to India, വിദേശത്ത് എന്ത് ക്രൈസിസ് ഉണ്ടായി ഇങ്ങോട്ടും വരും, മൈഗ്രേഷൻ ഓഫ് ഇന്ത്യൻ ലേബർ ഫോഴ്സ് ടു അതർ കൺട്രീസ്, ഇന്ത്യൻ ലേബർ ഫോഴ്സ് വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു, ഇൻക്രീസ് ഇൻ ട്രേഡ് എൻഗേജ് വിത്ത് അതർ കൺട്രീസ് എക്സെട്ര ഹാവ് മേഡ് ഗ്ലോബലൈസേഷൻ പവർഫുൾ പ്രോസസ് ഇൻഫ്ലുവൻസിങ് ദി കൺട്രീസ് പ്രോഗ്രസ്. അപ്പോൾ ഇത് ഇന്ത്യയുടെ ഇക്കണോമിക് പ്രോഗ്രസ്സിനെ നിർണ്ണയിച്ച ഒരു പ്രധാനപ്പെട്ട സംഭവം മാറി. ഏത്? ഗ്ലോബലൈസേഷൻ. ഇത്രയധികം എലമെൻറ്റിലൂടെ, ഇത്രയധികം ഡയമെൻഷനിലൂടെ, അല്ലെങ്കിൽ ഇത്രയധികം മെത്തേഡിലൂടെ എന്താണ് ഗ്ലോബലൈസേഷൻ ഇന്ത്യയിൽ വേരുറപ്പിച്ചു. ക്യാപിറ്റൽ മൂവ്മെൻറ്റ്, goods movement, services movement, the movement of the people themselves, so all these was strengthened the process of globalization, and India is also a part of globalization process that is taking place since 1980s. Okay, ഇനി നമ്മൾ ചില പ്രത്യേക ഗ്ലോബലൈസേഷനെ എടുത്തു പറയാം. അതിലൊന്നാണ് ഫൈനാൻഷ്യൽ ഗ്ലോബലൈസേഷൻ. ദാറ്റ് മീൻസ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആർ കമ്മിങ് ഇൻ ടു, ദേ സ്റ്റാർട്ട് ബിസിനസ് എൻ്റർപ്രൈസ് ഇൻ ഇന്ത്യ, ദേ ടേക്സ് എ ഷെയർ ഓഫ് ഇന്ത്യൻ കമ്പനീസ്, ആൻഡ് സിമിലർലി ദേ ഗിവ് ലോൺസ് ടു ഇന്ത്യൻ കോർപ്പറേറ്റ്, ആൻഡ് in association with that, they provide technology to us, and they give managerial expertise to our companies to manage different business enterprises. So all those are part of globalization. An important one is financial globalization. Financial globalization means quick inflow and outflow of capital across borders, or quick flow of capital. Okay, the last financial crisis of 2007, ഇന്ത്യയിലെ നമുക്ക് ഫിനാൻഷ്യൽ ഗ്ലോബലൈസേഷൻ്റെ വലിയൊരു എക്സാമ്പിൾ അതിൻ്റെ പവർ കാണിച്ചിരുന്നത്. ദെൻ ഇന്ന് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് ഗ്ലോബലൈസേഷൻ ഇന്ത്യക്ക് കൊണ്ടുവന്ന ചില പോസിറ്റീവ് എഫക്ട്സ്. അപ്പോൾ പോസിറ്റീവ് എഫക്റ്റും നെഗറ്റീവ് എഫക്റ്റും പഠിക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഗ്ലോബലൈസേഷൻ്റെ ഒരു ടോപ്പിക് നമുക്ക് കവർ ചെയ്യുമെന്ന് പറയാം. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് എഫക്റ്റ്, എക്സ്പാൻഷൻ ഓഫ് ട്രേഡ് ഭയങ്കരമായിട്ട് കൂടും. $316 ബില്യൺ ഉണ്ടായിരുന്നു, 2014 $309 ബില്യൺ, 18-19. അപ്പോൾ നേരത്തെ ഇന്ത്യയുടെ ഷെയർ ലോവർ ട്രേഡിൽ 3.5%, ഇപ്പോൾ 1.7% ഇന്ത്യയുടെ ട്രേഡ് കൂടി. ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്ന കൂടി ഈ ട്രേഡ് ഷെയറിൽ എക്സ്പോർട്ട് ഷെയർ കേട്ടോ. എക്സ്പോർട്ട് ഷെയർ നമുക്ക് ശരിക്കും ട്രേഡ് ഷെയറിനേക്കാൾ കൂടി എക്സ്പോർട്ട് ഷെയർ നമുക്ക് കൃത്യമായിട്ട് പറയാം, അതാണ് കറക്റ്റ്. ട്രേഡ് ഷെയറില്ല, എക്സ്പോർട്ട് ഷെയർ. അങ്ങനെ എക്സ്പോർട്ടിൻ്റെ ഷെയർ കൂടി ലോക ട്രേഡിൽ. അപ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ ചില ഗുണങ്ങൾ കിട്ടി. ഇൻക്രീസിങ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇന്ത്യയിലേക്കുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി. ഓക്കെ, ഇഷ്ടംപോലെ FD വന്നു. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ, വലിയ വലിയ കുത്തകൾ എന്നൊക്കെ മലയാളത്തിൽ വരും. മൾട്ടിനാഷണൽ കോർപ്പറേഷൻ, ബഹുരാഷ്ട്ര കമ്പനികൾ ഇന്ത്യ വന്ന് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഇന്ത്യയിൽ നിന്ന് പൈസ തിരിച്ചെടുത്തുകൊണ്ട് പോയി. അതുപോലെ തന്നെ ഇന്ത്യയിൽ ടെക്നോളജി അവർ കൊണ്ടുവന്നു. അപ്പോൾ ഇതെല്ലാം ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി. ദെൻ ഇൻക്രീസിങ് റെമിറ്റൻസ് ഫ്രം ഇന്ത്യൻസ് ഹു ആർ വർക്കിംഗ് എബ്രോഡ്. അപ്പോൾ ഇന്ത്യയിലെ ആൾക്കാർ വിദേശത്ത് ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പൈസ തിരിച്ചയക്കുക. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിദേശത്ത് ജോലി ചെയ്തിട്ട് പൈസ തിരിച്ചു കിട്ടുന്ന രാജ്യം ഇന്ത്യ ലോകത്തിൻ്റെ ബംഗാളാന്ന് പറയുന്നത്.
അങ്ങനെ പറയണ്ട കേട്ടോ. അപ്പോൾ ഇന്ത്യക്കാർ അങ്ങനെ ഒത്തിരി പൈസ തിരിച്ചായി. രണ്ടാമത്തെ രാജ്യം ചൈനയാണ്, മൂന്നാമത്തെ രാജ്യം മെക്സിക്കോയാണ്. ഓക്കെ, ദെൻ കോമ്പറ്റീറ്റീവ്നെസ് ഓഫ് ദി ഇക്കോണമി ഹാസ് ഇംപ്രൂവ് ഡ്യൂ ടു ഗ്ലോബലൈസേഷൻ. നമ്മുടെ ഇക്കോണമിയിൽ കോമ്പറ്റീറ്റീവ്നെസ് കൊടുക്കുക. എന്താണ് കോമ്പറ്റീറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ? മത്സരാത്മകതയെന്ന് അതിനർത്ഥം. മനസ്സിലായല്ലോ? നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂടി, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ വില കുറഞ്ഞു, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ടെക്നോളജിക്കൽ ക്യാപ്പബിലിറ്റിയും കൂടി. ദെൻ ഇന്ത്യ ഇസ് നൗ ദി 4th ലാർജസ്റ്റ് ഇക്കോണമി ഇൻ ദ വേൾഡ് ഇൻ ടേംസ് ഓഫ് പർച്ചേസിംഗ് പവർ പാർട്ടി. അതിൽ ഏറ്റവും വലിയ ഫോർത്ത്, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ തേർഡായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ ഒരു രാജ്യം, അല്ലെങ്കിൽ ചൈന, US, ഇന്ത്യ. മനസ്സിലായല്ലോ? ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഇക്കോണമിയായി ഇൻ ടേംസ് ഓഫ് പർച്ചേസിംഗ് പവർ പാർട്ടി. What is negative effects of globalization? It has not affected the largest sector in India, the agriculture sector. So lot of people are depending on it, but still globalization has not affected the sector, So that is the negative side of globalization. It has really adversely affected the income of the agriculture people has came down. The positive effects of globalization has not influenced the agriculture sector, whereas the negative effect like declining prices, loss of income, loss of the relative position of this particular sector, all those happened because of globalization, especially the agriculture sector. Okay, then there is rising inequality. The rich are becoming very, very rich. The opportunities of globalization are very strong for the rich, whereas it is not that much good for the poor people. Poor remained poor. Their income has not increased tremendously. The rate of increase of the income of the rich was very good during the globalization period. So that has created some sort of inequality in the economy. Okay, then globalization is transferring crisis from one country to another. എപ്പോഴും വിദേശത്തൊരു ക്രൈസിസ് ഉണ്ടായി ഇന്ത്യയിൽ പ്രതിഫലിക്കും, ഇന്ത്യയിൽ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ പോലും. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ ഉണ്ടാകുന്ന പോസിറ്റീവ് എഫക്റ്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് എഫക്റ്റ് ഇങ്ങോട്ട് വരും. ഒരു തരത്തിലുള്ള എഫക്റ്റ് മാത്രമല്ല വരുന്നത്. So when you are opening up the economy, when you are integrating our economy with the rest of the world, any crisis in the rest of the world can be transferred into our economy as well. So there is not just a one-way channel where there is only positive transmission, but also the opposite negative transmission also happens in the case of globalization. So crisis will be transferred from the rest of the world to India. Okay, in a sense globalization has produced telling effects in our economy. The positives are larger compared to the negatives. അങ്ങനെ നമുക്ക് പറയാം. ഗുണമുണ്ട് ദോഷമുണ്ട്, പക്ഷേ ഗുണങ്ങൾ ദോഷത്തെക്കാളും കൂടുതലാണ്. അപ്പോൾ ഗവൺമെൻറ് അതിന് പല മെഷേഴ്സ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ പോസിറ്റീവ് എഫക്ട്സ് കൂടുതലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അഗ്രികൾച്ചർ സെക്ടറിനെ പോലെയുള്ള സെക്ടറിനെ രക്ഷപ്പെടുത്താനും ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ അടുത്ത കാലങ്ങളിലെ കാര്യം പറയാം, ഗ്ലോബലൈസേഷനെതിരെ ആൻറ്റി ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ഡീ ഗ്ലോബലൈസേഷൻ ട്രെൻഡ് കൂടുക, പ്രത്യേകിച്ച് ട്രംപിൻ്റെ കാലഘട്ടത്തിന് ശേഷം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഗ്ലോബലൈസേഷനെ വേണ്ടാന്ന ആൾക്കാർ, കാരണം വെച്ചാൽ ചൈനീസ് ഇക്കോണമി വാസ് ബെനിഫിറ്റഡ് ട്രമെൻഡസ്ലി ഫ്രം ഗ്ലോബലൈസേഷൻ, whereas the US economy was not able to get that much benefit. So because of this type of unequal distribution of the benefits of globalization, China has achieved tremendous growth. The US has imposed some sort of restriction on movement of the movement of goods. They imposed tariff. They put restriction of the companies which are going out from the US and establishing their production plants in China. So because of that trends, there required developments. There required some deglobalization element or trends. Okay, so deglobalization is actually a trend against globalization. The people who themselves brought globalization, the US and the UK, now they are against globalization, not explicitly but implicitly or indirectly. So that trend is going on here. China is promoting globalization, no, but US is not that much. They are trying to protect their economy. Protection and globalization are two opposite trends. Okay, so നമ്മൾ പറയാം countries like India and China are most other countries are demanding reverse of the protection measures adopted by Trump. Okay, അപ്പോൾ അതുകൊണ്ട് ഗ്ലോബലൈസേഷനും WTOയുടെ മൾട്ടിലാറ്ററൽസും ഒക്കെ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യേണ്ടി വരും എക്സാം. ഓക്കെ, സോ ദാറ്റ് ഇസ് ഓൾ ടുഡേയ്സ് ക്ലാസ്. ഞാൻ ക്ലോസ് ചെയ്തോട്ടെ.